നേരത്തെ ഔട്ടായി പോകുമെന്ന് വിചാരിച്ച ബിന്നി ഏതായാലും ഈ ആഴ്ച ഔട്ടായിട്ടുണ്ട്. ബിന്നിക്ക് ഒരുപാട് ഇമ്പാക്റ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതാണ് ഒരു നെഗറ്റീവ് പറയാനുള്ളത്. പക്ഷേ ഹേട്രഡ് ഒന്നും ക്രിയേറ്റ് ചെയ്യാത്തടത്തോളം കാലം ബിന്നി ഏതായാലും സേഫ് ആയിട്ടാണ് എവിക്റ്റ് ആയി പോകുന്നത്. ഇത്രയും കാലം നിന്നത് ഒരു ലക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബിന്നി നന്നായിട്ട് കളിക്കുമെങ്കിലും ഒരുപാട് അങ്ങനെ അറ്റൻഷൻ കിട്ടാൻ ബിന്നിക്ക് പറ്റിയിട്ടില്ല. ബിന്നി ക്യാപ്റ്റൻസി വിൻ ചെയ്തതും പിന്നെ ടാസ്കുകളിൽ നന്നായിട്ട് പെർഫോം ചെയ്തതും കൊണ്ട് ബിന്നിക്ക് അവിടെ നിൽക്കാൻ പറ്റി. പക്ഷേ ബിന്നിക്ക് ഒരു വലിയ ഫാൻ ഫോളോയിങ് ഉള്ളതായിട്ട് തോന്നിയിട്ടുമില്ല. ഏതായാലും ആദില, നൂറ, അനുമോള് ഇവര് ഡ്രസ്സിംഗ് റൂമിൽ കയറി ഈ പേഴ്സണൽ കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മൈക്ക് മാറ്റി വെക്കുന്നതെന്ന് പറയുന്നത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ ബിഗ് ബോസിന്റെ ഹൗസിൽ റൂൾസ് ഉണ്ട്, നോമിനേഷൻ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല, വേറെ പല കാര്യങ്ങളും അവിടെ അനുവദിക്കാൻ പറ്റില്ല. കാരണം ഇവരെന്താണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാത്തടത്തോളം കാലം ഇത് അനുവദിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അവരൊക്കെ എന്ത് വേണമെങ്കിലും ഡിസ്കസ് ചെയ്യാം. മാത്രമല്ല എനിക്ക് കുറച്ച് ഫണ്ണി ആയിട്ട് ഞാൻ പറയുന്നതാണ്, ഈ ലെസ്ബിയൻ ആയിട്ടുള്ള രണ്ടുപേരുടെ കൂടെയാണ് അനുമോൾ അകത്ത് പോകുന്നത്. അതേസമയം പുതപ്പിനടിയിൽ ജിസേലിനെ ആര്യനെയും പറഞ്ഞ അനുമോളാണ് ഈ ലെസ്ബിയൻ കപ്പിൾസിന്റെ കൂടെ മൈക്ക് മാറ്റി വെച്ചിട്ട് ഡ്രസ്സിംഗ് റൂമിൽ പോകുന്നത്. അതിനെപ്പറ്റി കുറച്ചുപേർ ട്രോളൊക്കെ ഉണ്ടാക്കി ഞാൻ കണ്ടു. ഏതായാലും അത് ശരിക്കും ഫണ്ണി ആയിട്ട് ഞാൻ പറഞ്ഞതാണ്, അല്ലാതെ അനുമോളിനെ കുറ്റം പറഞ്ഞല്ല. ഏതായാലും നെവിനാണ് അവിടെ കുറച്ച് യുണീക്ക് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കണ്ടസ്റ്റന്റ്. ഈവൻ അനീഷ് തന്നെ കണ്ടന്റ് ഉണ്ടാക്കുന്നു. അനീഷ് യുണീക്ക് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിലും നേരത്തെ ഉള്ള കണ്ടസ്റ്റൻസിനെ, അതായത് നേരത്തെ ഉള്ള സീസൺസിലെ കണ്ടസ്റ്റൻസിനെ കോപ്പി അടിച്ച് ചെയ്യുന്ന പോലെയാണ്. പഠിച്ച് കാര്യങ്ങൾ പറയുന്ന ഒരാളായിട്ടാണ് അനീഷിനെ തോന്നിയിട്ടുള്ളത്. അല്ലാതെ അനീഷിന് സ്വന്തമായിട്ട് ആലോചിച്ചുണ്ടാക്കുന്ന ചില സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഷാനവാസിന്റെ ഗ്രഡ്ജും ഇന്നലത്തെ ആ ഒരു എപ്പിസോഡിൽ മനസ്സിലായി. കാരണം ഒരു സ്റ്റോറി പറയുന്ന ഒരു ടാസ്ക് കൊടുത്തത് ഒരു ഫൺ ആക്ടിവിറ്റി ആയിട്ടാണ് കൊടുത്തത്. പക്ഷെ അതിന്റെ ഇടയിലും അക്ബറിനെ വലിച്ചിട്ട് അക്ബറിന്റെ മേലെ കുറച്ച് കുറ്റം ചുമത്താൻ ഷാനവാസ് മറക്കുന്നില്ല. ഷാനവാസ് ഒരു മണ്ടനാണ് ഇന്നലെയും തെളിച്ചാണ്. കാരണം ലക്ഷ്മി ഷാനവാസ് എക്സ്പോസ്ഡ് ആവാൻ വേണ്ടിയാണ് അക്ബർ ഗെയിം കളിച്ചതെന്ന് പറഞ്ഞപ്പം ലക്ഷ്മിയുടെ അടുത്ത് താങ്ക് യു പറഞ്ഞ് കെട്ടിപ്പിടിച്ച ആളാണ്. അതിനർത്ഥം എന്താണ്? ഷാനവാസ് അക്സെപ്റ്റ് ചെയ്യുന്നു ഷാനവാസ് ഒരു മണ്ടനാണ്, അപ്പൊ അക്ബർ അത് എക്സ്പോസ് ചെയ്യാൻ സ്മാർട്ട്ലി കളിച്ചാണെന്ന് ഷാനവാസ് അക്സെപ്റ്റ് ചെയ്യുന്ന പോലെയാണത്. ഏതായാലും ഷാനവാസിന്റെ മണ്ടത്തരവും ഈ ടീം പ്ലെയർ അല്ലാതെ നിൽക്കുന്ന ഒരു സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഈ അനുമോളും ആദിലയും തമ്മിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏതായാലും ആദിലയ്ക്ക് ഈ ഷാനവാസിന്റെ അനാവശ്യമായിട്ടുള്ള ഇടപെടൽ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ആദില പറയുന്നുണ്ട്. ഇനി ആദിലയും ഷാനവാസും തമ്മിൽ ഒരു അടി ഉണ്ടാവുകയാണെങ്കിൽ അതായിരിക്കും നെക്സ്റ്റ് ബിഗ്ഗസ്റ്റ് കണ്ടന്റ് ബിഗ് ബോസ് ഹൗസിലെ. ഏതായാലും ലാസ്റ്റ് ആയപ്പോഴത്തേനും അനുമോള് നെവിൻ്റെ അടുത്ത് വളരെ മോശമായിട്ട് നിന്റെ മുഖം കണ്ടാൽ എനിക്ക് അറപ്പാണെന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. പക്ഷെ അനുമോളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നെവിൻ എല്ലാവർക്കും വേണ്ടിയുള്ളൊരു സാധനം എടുത്ത് യൂസ് ചെയ്യുന്നത് ആർക്കാണെങ്കിലും ദേഷ്യം വരും. പക്ഷെ